നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു മൊബൈൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ എങ്ങനെ അനായാസമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മളിൽ പലരും നല്ല അറിവുണ്ടായിരിക്കും, അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ അറിയായിരിക്കും, അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡും ഉണ്ടായിരിക്കും. എങ്കിലും സ്വന്തമായിട്ട് ചെയ്യാതെ ഏതെങ്കിലും ഏജൻസി, ട്രാവൽ ഏജൻസിയെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഹെൽപ്പോടെ കൂടിയായിരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സിനിമ ടിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ഇതുമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഫെയർ കൂടുതലായിരിക്കും. അപ്പം ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്കും വളരെ അനായാസമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സ്വന്തമായിട്ട്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് ബുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക ഗോ ഇൻഡിഗോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും, www.goindigo.in. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ വേ എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വൺ വേ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല റിട്ടേൺ ടിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റിട്ടേൺ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്ര പാസഞ്ചർ ഉണ്ട് അതിവിടെ കാണാൻ സാധിക്കും. അത് എത്രയാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫെയർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വൺ വേ, ഒരു സിംഗിൾ പാസഞ്ചർ ആണെങ്കിൽ സിംഗിൾ പാസഞ്ചർ, അവിടെ ഇപ്പോൾ എത്ര പാസഞ്ചർ ഉണ്ടെങ്കിലും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് പോകേണ്ടത്, അപ്പോൾ ഈ ഫ്രം എന്നുള്ളിടത്ത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന എവിടെ നിന്നാണ് പോകുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എങ്ങോട്ടാണ് പോകേണ്ടത്, അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഈ ടു എന്നിടത്ത് എൻട്രി ചെയ്ത് കൊടുക്കുക. ഞാൻ വ്യക്തമായിട്ട് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേന് മനസ്സിലാവും. ചിലവരാണെങ്കിൽ ഇച്ചിരി കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ അതുപോലെ തന്നെ ഇവിടെ ട്രാവൽ ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു കലണ്ടർ ലഭിക്കുന്നതായിരിക്കും. അവിടെ പോയി നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രമുള്ള ടിക്കറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാസഞ്ചർ സിംഗിളാണ്. അതുപോലെ തന്നെ ഞാൻ 2 ഓഗസ്റ്റ് 2022 ഞാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തു. അപ്പം നിങ്ങളും നിങ്ങളുടെ അനുയോജ്യമായ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം സെർച്ച് ഫ്ലൈറ്റ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റിൽ ഓടുന്ന എല്ലാ ഫ്ലൈറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഫ്ലൈറ്റ്സ് ഇങ്ങനെ താഴെയായിട്ട് ഇതുണ്ടോ, ഇത് ഓരോന്നും ഓരോ ഫ്ലൈറ്റ്സാണ് ഓരോ സമയത്തിലും. അതുപോലെ തന്നെ ചില ഫ്ലൈറ്റ്സ് കൂടുതൽ സമയം എടുക്കുന്നുണ്ടായിരിക്കും, ചില ഫ്ലൈറ്റ്സ് കണക്റ്റഡ് ആയിരിക്കും. അതായത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് ഉണ്ടാകും. അപ്പം ഞാനിവിടെ നോൺ സ്റ്റോപ്പ് എന്നത് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. അതായത് കൊച്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡൽഹിയിലാണ് അവർ ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് പ്രൈസ് കാണാൻ സാധിക്കും, ഓരോ ഫ്ലൈറ്റിൻ്റെയും പ്രൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മുകളിൽ നിന്ന് ഇത് പ്രൈസ് താഴോട്ട് വരുന്നതനുസരിച്ച് ഓരോ ഫ്ലൈറ്റിനും റേറ്റ് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളതാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള ഏതാനും ഫ്ലൈറ്റ്സ് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഫ്ലൈറ്റ് നോൺ സ്റ്റോപ്പാണ്. അതുപോലെ തന്നെ 9:30 രാവിലെ 9:30 കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ടായി 3 മണിക്കൂറും 10 മിനിറ്റും ട്രാവൽ ചെയ്ത് 12:40 അതായത് ഉച്ചയ്ക്ക് 12:40 കൊച്ചിയിൽ ഡൽഹിയിൽ എത്തിക്കും. അപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7515 രൂപയാണ് നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ 6C2139 എന്ന ഫ്ലൈറ്റിൻ്റെ നമ്പറും നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും 2 ഓഗസ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അനുയോജ്യമായ ടൈം സെറ്റ് ചെയ്യുക, പ്രൈസ് സെറ്റ് ചെയ്യുക,
കണക്റ്റഡ് ആണെങ്കിൽ കണക്റ്റഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിലും ഡയറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, നോൺ സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് കണക്റ്റഡ് ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, ഒരേ ടിക്കറ്റിൽ തന്നെ നമുക്ക് 2 ടിക്കറ്റും ബുക്ക് ആവുന്നതായിരിക്കും. അപ്പം ഹൈദരാബാദിൽ ചെന്ന് കഴിയുമ്പം അവിടെ നിന്ന് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് അവിടെ തന്നെ വെച്ച് കയറാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഡൽഹിയിൽ അവർ ഇറക്കുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ അവർ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ ഇറക്കി അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി ഡൽഹിയിൽ നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ഒരു ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കുക, അനുയോജ്യമായ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1ാമത്തെ ഫ്ലൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ ഡീറ്റെയിൽസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതൊന്ന് വായിച്ചു നോക്കാം. 9:30 കൊച്ചിയിൽ നിന്ന് പോകുന്ന 12:30 ആകുമ്പോഴത്തേനും ആ ഫ്ലൈറ്റ് എത്തും. അത് നോൺ സ്റ്റോപ്പാണ്. 3 മണിക്കൂറും 10 മിനിറ്റുമാണ് എടുക്കുന്നത്. 7,515 രൂപയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും COK ടു ഡൽഹി 2 ഓഗസ്റ്റ് 1 പാസഞ്ചർ. അപ്പോൾ ഇത്രയും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബുക്ക് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ നമുക്ക് സേവർ, സൂപ്പർ 6 എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഒരാൾക്ക് ഹാൻഡ് ബാഗേജ് 7 കിലോ, അതുപോലെ തന്നെ ചെക്ക് ഇൻ ബാഗേജ് 15 കിലോയാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസിൽ, സേവർ പ്രൈസിൽ. അപ്പം നമുക്ക് ഈ താഴോട്ട് വരുമ്പോഴത്തേന് ചെക്ക് ഇൻ ബാഗേജ് 25 കിലോ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 12,943 രൂപയാവും. അതുപോലെ തന്നെ എയർപോർട്ട് സർവീസസ്, ട്രാവൽ പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ടൊരു ട്രാവൽ ചെയ്യുന്ന ആൾക്ക് ഈ ഫസ്റ്റ് ബാഗ് തന്നെ സെലക്ട് ചെയ്യാം. നോർമലായിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ 7 കിലോ കൊണ്ടുപോകാൻ പറ്റും ഒരു ചെറിയ ബാഗിൽ. അതുപോലെ തന്നെ ചെക്ക് ഇൻ ബാഗേജ് ആയിട്ട്, വലിയ ലഗേജ് ബാഗായിട്ട് നമുക്ക് 15 കിലോ ഫ്ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ബുക്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇവർ വീണ്ടും ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ, ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും അവർ കാണിച്ചിട്ടുണ്ട്, പ്രൈസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവർ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നമ്മുടെ ട്രാവൽ ചെയ്യുന്നയാളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അവരുടെ മൊബൈലിലേക്ക് കൂടുതൽ അപ്ഡേഷനൊക്കെ ആ ഒരു ദിവസവും അതിന് മുമ്പൊക്കെ മെസ്സേജ് ആയിട്ടും ഒക്കെ അവർ ഇമെയിലായിട്ടും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ ID താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമ്മളോട് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു പാസ്വേഡ് നമുക്ക് ആവശ്യമില്ല, കാരണം ഈ ഒരു പാസ്വേഡ് നമ്മൾ ഓൾറെഡി ഇൻഡിഗോയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാം ഒരു പാസ്വേഡ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് കയറാം. അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ലോഗിൻ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക. നമുക്കിവിടെ ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്കല്ലാതെ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്കിനി കാണാൻ സാധിക്കും 4 സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ 4 സ്റ്റെപ്പിൽ 1ാമത്തെ സ്റ്റെപ്പാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിറച്ചു കൊടുക്കേണ്ടത്. അപ്പം 1ാമത്തെ പാസഞ്ചർ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ആണാണോ പെണ്ണാണോ എന്നുള്ള മിസ്റ്റർ, മിസ്സിസ് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മിസ്റ്റർ ആണെങ്കിൽ, ആണാണെങ്കിൽ ഇവിടെ മിസ്റ്റർ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം. അപ്പം ടോണി മാത്യു എന്നാണ് എക്സാമ്പിളായിട്ട് പേരെങ്കിൽ ഇവിടെ ടോണി എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്യു എന്നത് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം മാത്യു എന്ന് സെലക്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ടാണോ നിങ്ങൾ ഒരു ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വീൽ ചെയർ അസിസ്റ്റൻറ്റ് റിക്വയർഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ടു ആഡ് ഓൺസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 1ാമത്തെ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യേണ്ടത് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ 6 ആഡ് ഓൺസ് എന്ന് പറഞ്ഞ് കുറേ പാക്കേജസ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 2ലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ്, അതുപോലെ തന്നെ ബാഗേജ് പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറേ ആഡ് ഓൺസ് ഉണ്ട്. നമുക്ക് ഈ പാക്കേജ് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, അവിടെ നമുക്ക് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ ടു സീറ്റ് സെലക്ട് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ് ഞാനിവിടെ അവോയ്ഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പം നമ്മുടെ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ നമുക്ക്
ഇത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അതിനുശേഷം ഇത് ഇങ്ങോട്ട് പുറകോട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചില സീറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് 500 രൂപ, ചില സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് 300 രൂപ, ചില സീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ 150 രൂപ, ഇങ്ങനെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് സീറ്റാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു സീറ്റിൻ്റെ ഒരു പ്രൈസ് ഉണ്ടാവും. അത് ഈ 7500 കൂട്ടത്തിൽ ആഡാവും. അതല്ല, നിങ്ങൾ സീറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ടുള്ള സീറ്റുകളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിലാണ് ട്രാവൽ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സീറ്റ്സ് ഈ ഒരു കളറിൽ കിട്ടും. ഇവിടെ ഫ്രീ ആയിട്ടുള്ള സീറ്റ്സ് ഇവിടെ ഇങ്ങനെ ഈ ഒരു കളറിൽ കിട്ടും. അങ്ങനെയുള്ള സീറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ സീറ്റ് സെലക്ട് ചെയ്യാം, അതിൻ്റെ അകത്ത് പ്രൈസുള്ള സീറ്റ്സും ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള സീറ്റ്സും ഉണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ സീറ്റ് സെലക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻഡ് ആയിക്കോളും. അപ്പം ഇനി നമ്മൾ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആദ്യമേ 7515 അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 350 രൂപ കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി ടോട്ടൽ 7865 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലൈറ്റിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നെറ്റ് ബാങ്കിങ്, പേടിഎം വാലറ്റ്, ഗൂഗിൾ പേ, EMI, വൗച്ചർ, അതേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഏത് ബാങ്കാണോ അത് സെലക്ട് ചെയ്തു. ഞാനിവിടെ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ പേയ്മെൻറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ആയതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ID ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും SBIയുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണ് മെത്തേഡ് അവിടെയുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടിച്ചു കൊടുത്ത് മുമ്പോട്ട് പോവുക. ഞാനിവിടെ ലോഗിൻ ചെയ്തു. ഇത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുശേഷം ഇവിടെ നിങ്ങളുടെ എമൗണ്ട് ഒന്നും കൂടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും കൂടെ വായിച്ചു നോക്കുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നു. നിങ്ങളുടെ ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ അങ്ങോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും പേയ്മെൻറ്റ് സക്സസ്ഫുൾ, കൺഗ്രാജുലേഷൻ, യുവർ ട്രാൻസാക്ഷൻ ഹാസ് സക്സീഡഡ്. അപ്പം സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ബാക്കി അടിക്കാതിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടിക്കറ്റിലേക്ക് ഇവർ റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിഗോയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ വന്നു. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ യുവർ ബുക്കിംഗ് ഈസ് കൺഫേംഡ്, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഏത് ഡേറ്റിലാണ് ചെയ്തത്, ഏതൊരു സമയത്താണ് ചെയ്തത് എന്നതും അതുപോലെ തന്നെ ഒരു PNR നമ്പർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഇത് വെച്ച് നമുക്ക് ഈ ടിക്കറ്റ് നഷ്ടമായി കഴിഞ്ഞാലും നമുക്ക് ഈ ജസ്റ്റ് PNR നമ്പർ വെച്ച് എല്ലാ ടിക്കറ്റൊക്കെ നമുക്ക് മൊബൈൽ വഴി വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ 9:30 സ്റ്റാർട്ട് ചെയ്ത് 12:40 ചെല്ലും. ട്യൂസ്ഡേ 2 ഓഗസ്റ്റ് 2022 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊച്ചി T1 ടെർമിനൽ ടു ഡൽഹി T2 ടെർമിനൽ. ഫ്ലൈറ്റിൻ്റെ പേര് 3 മണിക്കൂർ 10 മിനിറ്റ് നോൺ സ്റ്റോപ്പ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വ്യക്തമായിട്ട് വെക്കുക. പോകുന്നതിനും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒന്നും കൂടെ കൺഫേം ചെയ്യുക. അപ്പം അതിനുശേഷം നമുക്ക് ഈ ഒരു ഡേറ്റിന് തന്നെ മാക്സിമം ട്രാവൽ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം പെർ പാസഞ്ചർ 3000 രൂപ സംതിങ് ഒക്കെ ഇവർ ക്യാൻസലേഷൻ്റെ ഫീസ് ആയിട്ട് പിടിക്കും. അപ്പം റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 രൂപ സംതിങ് ഒക്കെ ഈ ഫ്ലൈറ്റിന് കിട്ടത്തുള്ളൂ. അപ്പം ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഇവർ ഒരു ഫീസ് ഈടാക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ടിക്കറ്റ് വെച്ച് ഈ ഒരു ടിക്കറ്റ് നമുക്ക് എയർപോർട്ടിൽ ചെന്നതിന് ശേഷം ഈ ഒരു ടിക്കറ്റ് ഒപ്പം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡും കൂടെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ ഒക്കെ കാണിച്ച് നമുക്ക് ഫ്ലൈറ്റിൽ കയറി സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.